അതിൽ കൊടുത്തേ അതിൽ ഹായ് ഓൾ, ദിസ് ഇസ് ജാനുവരി 3rd ഫ്രൈഡേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജാനുവരി 2nd ഡിസംബർ 2 എന്ന് പറഞ്ഞത്. എല്ലാവരും ഇന്ന് 2025 എത്തിയെങ്കിലും ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇങ്ങനെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ തുടക്കം ഓഡിയോ ആഡ് ചെയ്തപ്പോഴും ആദ്യം നാവിൽ വരുന്നത് ഡിസംബർ 3 എന്ന് പറയാനാണ്. എനിവേയ്സ്, ജാനുവരി 3 സേറമോളുടെ ആദ്യ കുർബാന. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഡെയിലി വ്ളോഗ്സ് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതാ 2 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ച് ചെയ്യുന്നു. അതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ 2 ദിവസം കിച്ചണിൽ നമുക്കൊന്നും വെക്കണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് ഫ്രൈഡേ ആയിരുന്നു, അത് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. കഴുകിയ പാത്രങ്ങളൊക്കെ അടുക്കി പിറക്കി വെച്ചിട്ട് ഒരു കാപ്പി ഇടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോലി. ബാക്കി ഫുഡൊക്കെ നമുക്ക് സേറമോളുടെ വീട്ടിലായിരുന്നു. നെക്സ്റ്റ് ഡേയും അങ്ങനെ തന്നെയായിരുന്നു. ജാനുവരി 4th അങ്ങനെ തന്നെയായിരുന്നു. അപ്പം യൂഷ്വലി റെസിപ്പീസ് വരുമ്പോഴാണ് നമുക്ക് വ്ളോഗിന് ഇത്തിരി നീളം കൂടുന്നത്, അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക്. അല്ലാതെ ചുമ്മാ ഞാൻ നിന്നു കിടന്നു എന്ന് ഞാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് അങ്ങ് ചെയ്യുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആലൻ്റെ കസിൻ ഇവിടെ ഉണ്ടെന്ന്. മെർലിൻ എന്നാണ് ആലൻ്റെ കസിൻ്റെ നെയിം. സ്വീറ്റിന്ന് ഞങ്ങൾ വിളിക്കും. ഷീ ഈസ് വെരി അസ്ലീപ്പ്. ആലനും നല്ല ഉറക്കമാണ്. ഇന്നലെ പാലുകാച്ചി വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു. ഞാൻ അവിടെ ഇട്ടുകൊണ്ട് പോയ അതേ ഡ്രസ്സിലാണ് പോയി കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ താങ്ങി തൂങ്ങിയാണ് ഞാൻ എണീറ്റ് നിവർന്ന് നിൽക്കുന്നത്. നല്ല ഉറക്കക്ഷീണമുണ്ട്. അവിടെ വെച്ച് ലാസ്റ്റായിട്ട് ടൈം നോക്കുന്നത് ചേച്ചി സമയം എന്തായി എന്ന് ചോദിച്ചിട്ട് ഞാനൊരു 12 മണിയാണ് ഞാൻ അവസാനം പറയുന്ന സമയം. 12 മണിയാകാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ സമയം നോക്കിയതുമില്ല. പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് ജാക്കിയും ആലനും ഞാനും സ്വീറ്റിയും ഒക്കെ കൂടെ കുറേ നേരം വെളിയിലിരുന്നിട്ട് പിന്നെ ഒരു വൈബ് കയറി. അങ്ങനെ തന്നെ പള്ളിമുക്കിൽ പോയി കരിക്കിൻ ഷേക്ക് കുടിക്കാനും പോയി. വീണ്ടും വന്ന് കിടന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു. രാവിലെ എണീറ്റ് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് വിളി വന്നു. പാത്രത്തിൽ പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് തരാമെന്നും പറഞ്ഞിട്ട്. ബബി ആൻറ്റി ഇന്ന് ലീവാണ്. ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ, ആങ്ങളയുടെ കൊച്ചിൻ്റെ പുത്തൻ കുർബാനയല്ലേ. ബബി ആൻറ്റിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ മെയിൻ ഷെഫ്. മിനി ആൻറ്റി ഇന്നും കടയിൽ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. വൈകുന്നേരമാണ് കേട്ടോ പുത്തൻ കുർബാന, 5 മണിക്ക്. ഞാനാണ് മേക്കപ്പ് മാൻ. അപ്പം അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ രാവിലത്തെ പുട്ടും കടലക്കറിയാണ് ഈ വരുന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ ചിരി നിന്നതേ നമ്മുടെ കുരിശടിയിൽ ഒരു കൊച്ചു വന്നിരിപ്പുണ്ടായിരുന്നു. വെളുപ്പിനൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ തന്നെ ഒരു ആൻറ്റി കാണുന്നത്. അവിടെ ഇരിക്കുന്നത് ആൾ ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്നിരിക്കുമായിരുന്നു അത്രേ. അങ്ങനെ ആൻറ്റി വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി കട്ടനും ഫുഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പതുക്കെ വീട്ടുകാരുടെ നമ്പരൊക്കെ പറഞ്ഞത്. റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് പഠിക്കണ്ട, എന്നെ വീട്ടിൽ നിന്ന് സ്കൂളിൽ വിടുന്നു എന്നാണ്. രാത്രി 3 മണിക്ക് എങ്ങാണ്ട് കക്ഷി ഇറങ്ങി വന്നതാണ്. അന്നേരം തൊട്ട് കുരിശടിയുടെ വാതിലിരിക്കുക. കുരിശടിയുടെ ഫ്രണ്ടിൽ എപ്പോഴും ലൈറ്റൊക്കെ ഉണ്ടാവും. ഡോറ് ക്ലോസ് ചെയ്യും, കാരണം 2-3 തവണ നമ്മുടെ ഭണ്ഡാരം എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ നേർച്ചപ്പെട്ടി മോഷണം പോയതുകൊണ്ട്, പെട്ടിക്കകത്തുള്ള എമൗണ്ട് മോഷണം പോയതുകൊണ്ട് കുരിശടി പൂട്ടിയിരുന്നു. ഇതേ പുട്ടും കടലക്കറി. അതിൻ്റെ ഫേർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. പേരൻസിനെ വിളിച്ചിട്ട് പേരൻസ് വന്ന് വിളിച്ചിട്ട് പോയി. ഇവിടെ അടുത്തുള്ളതല്ല, കുറച്ച് ദൂരത്തുള്ളതാണ്. റീസൺ ഇത് തന്നെയാണെന്നാണ് ഇതുവരെയുള്ള ഇവിടുത്തെ എല്ലാവരുടെയും ധാരണ. അങ്ങനെയാണ് കുട്ടി പറഞ്ഞത്. എന്നിട്ട് ഞാൻ കയ്യിൽ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി. ബാക്കിയുള്ളവരൊക്കെ അവരുടെ പേസിന് എണീറ്റ് പതുക്കെ കഴിക്കട്ടെ എന്ന് കരുതി. ഞാൻ ഇന്നും സ്കൂളിൽ ഹാഫ് ഡേ ആണ് കേട്ടോ. സ്കൂൾ തുറന്നേ പിന്നെ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളായിട്ട് ഹാഫ് ഡേയും 2 o'clock ഇറങ്ങേണ്ടി വരിക. ഇന്നിപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയല്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ലീവാണ്. ഞാൻ വന്നിട്ട് വേണം അവളെ റെഡിയാക്കാനായിട്ട്. 5 മണിക്കാണ് പള്ളിയിലെ കുർബാന തുടങ്ങുന്നത്. പക്ഷേ 4 മണിക്ക് ഫോട്ടോഗ്രാഫർ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ഒരു 3 മണി പരുവത്തിന് ഫ്രീ ആവണം. അതിന് ഞാനൊരു 2 മണിക്കെങ്കിലും ഇവിടെ കാണണം. അതുപോലെ ഹെയറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ കുഞ്ഞിന് മാത്രമല്ല, കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കുറച്ച് മിനുക്കുപണികളൊക്കെ ചെയ്യണം. എല്ലാവരെയും എനിക്ക് എന്താ പറയുക, നല്ല ഗെറ്റപ്പിലും സെറ്റപ്പിലൊക്കെ വിടണമെന്നുണ്ട്. മിനി ആൻറ്റിയും ഉണ്ട് കൂടെ. മിനി ആൻറ്റി ആയിരിക്കും സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുന്നത്. സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ, അക്കാഡമിക് റിപ്പോർട്ടിൽ സൈൻ ചെയ്ത്
മാറ്റാനുണ്ടെന്ന്. അങ്ങനെ എല്ലാം ഇരുന്ന് കുറച്ച് വായിക്കാൻ വേണം, ഡബിൾ ചെക്ക് ചെയ്യണം എല്ലാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ട്സൊക്കെ സൈൻ ചെയ്ത് അവിടെ ഇരുന്നേച്ചത് ഇട്ടുവാണ് കേട്ടോ. ആലൻ്റെ കസിൻ്റെ തന്നെ മറ്റൊരു കസിൻ്റെ മോനാണ്. കസിൻ്റെ വൈഫ് സിബി നമ്മുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവനിന്ന് പനിയായിട്ട് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ അവന് ഞാൻ അവിടെ ഇരുന്ന് മരുന്നൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചതാണ്. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് വെള്ളിമൂങ്ങ എന്നും പറഞ്ഞുള്ള ആരവം കേട്ടിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ വെള്ളിമൂങ്ങയല്ലായിരുന്നു, സാധാ ഒരു മൂങ്ങ. പിള്ളേർ അതിൻ്റെ ചുറ്റുമായിരുന്നു. അങ്ങനെ ഇതേ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അപ്പുറത്തെ സെറമോളുടെ വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയും നിലുവും കൂടെ വീട്ടിൽ വന്നു. ഇന്ന് അവിടെ ലഞ്ചിന് പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ലഞ്ച് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയും വലിയ പണികളൊന്നുമില്ല. ഞാൻ പല വീഡിയോസിലും പറയുന്ന ഷേളി ചേച്ചിയില്ലേ, അവിടെ ഇവനെപ്പോഴും എടുത്തോട്ട് പോകും കേട്ടോ. അവർക്ക് നല്ല കാര്യമാണ് ഇവനെ. അപ്പോൾ അവിടുത്തെ നിയയുടെ കയ്യിലിരുന്ന് ഒരു വിസിലാണ് ഇവൻ കൊണ്ടുവന്നത്. നിയ ഇപ്പോൾ 10th പഠിക്കുകയാണ് കേട്ടോ. പക്ഷേ അവൾ എല്ലാ കാര്യങ്ങളും കുഞ്ഞു കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വിസിലിങ്ങനെ കുലുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു റൗണ്ട് കിടന്നിങ്ങനെ അടിക്കുമല്ലോ. അപ്പോൾ അവന് ആ ബോൾ ഇളക്കി എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ആ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന പാടെ തന്നെ എനിക്ക് ആദ്യം ഇവിടെ ഒന്ന് ക്ലിയർ ആയാലേ മൈൻഡ് ക്ലിയർ ആകത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് സേറമോൾ അവിടെ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നും പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇവിടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. രാവിലത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ട് ഇത്രയും കടലക്കറി മാത്രം ബാക്കിയുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വലിയ കുക്കിംഗ് പരിപാടികളൊന്നും വലുതെന്നല്ല, കുക്കിംഗ് പരിപാടികളേ ഇല്ലല്ലോ. അപ്പോൾ മൊത്തത്തിലൊന്ന് അടുക്കി പിറക്കി തുടച്ചൊക്കെ നീറ്റാക്കി വെക്കാൻ കരുതി. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടൊക്കെ വരുവേ, വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും പൊതുവേ ഒരു ധാരണ വരും എപ്പോഴും ഇതിങ്ങനെ ഭംഗിയായി കിടക്കുമെന്ന്. എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെയാണ് ഇത് ഭംഗിയായി കിടക്കാറുള്ളത്. എസ്പെഷ്യലി വെൻ ഐ എം ഓൺ മൈ പീരിയഡ്സ്, അല്ലെങ്കിൽ എനിക്ക് നല്ല തലവേദനയുള്ള മൈഗ്രെയിൻ ഉള്ള ദിവസമൊക്കെ ഇത് നേരെ തലതിരിഞ്ഞായിരിക്കും കിടക്കുന്നത്. ആ സമയത്ത് കറക്റ്റായിട്ട് ഇവിടെ ആരെങ്കിലും വരികയും ചെയ്യും. ഞാനിങ്ങനെ ഇത്രയും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആരും വരാൻ കാണത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടി ഇവിടുത്തെ പരിപാടികളൊക്കെ ഒതുക്കി ഉച്ചയ്ക്ക് ഇത്തിരി കിടക്കാനുള്ള ടൈം ഇല്ല കേട്ടോ. ഉറങ്ങണം എന്നെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും രാവിലെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി റിപ്പോർട്ട്സ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ഉറക്കം വന്നു. സത്യസന്ധമായിട്ട് പറയാമല്ലോ. വായിച്ചത് പിള്ളേരുടെ ബിഹേവിയറിനെ കുറിച്ചും പേരൻ്റൽ സപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള റിപ്പോർട്ടാണ് കേട്ടോ. അത് കുറച്ച് ഡീറ്റെയിൽ റിപ്പോർട്ടാണ്. നമുക്ക് സ്കൂളിൽ 2 റിപ്പോർട്ട് കാർഡ്സാണ് ഉള്ളത്. ഒന്ന് മാർക്സിൻ്റെ റിപ്പോർട്ട് കാർഡ്, അത് ക്ലാസ് ടീച്ചേഴ്സ് സൈൻ ചെയ്യും. പിന്നെ പ്രിൻസിപ്പൽ ഡാഡയും സൈൻ ചെയ്യും. പിന്നെ ഉള്ളത് അക്കാഡമിക് റിപ്പോർട്ടാണ്. അക്കാഡമിക് റിപ്പോർട്ടിൻ്റെ അകത്ത് വരുന്നത് ഓരോ സബ്ജക്റ്റ് വൈസ് ഓരോ ഇതിൻ്റെ പെർഫോമൻസ്, ഓരോ ഇതിൻ്റെ അക്കാഡമിക് പെർഫോമൻസ്, അതിൽ ഒരു 1 to 5 സ്കെയിലിട്ടിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഗ്രേഡിങ്. പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ്, പേരൻ്റൽ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാക്കി അതായത് മാർക്കല്ലാതെ നമ്മളൊരു കുഞ്ഞിൻ്റെ ബാക്കി എല്ലാ ആസ്പെക്ട്സും നമ്മൾ നോക്കുന്ന റിപ്പോർട്ടാണ് അക്കാഡമിക് റിപ്പോർട്ട്. അതിൽ ക്ലാസ് ടീച്ചറും ഞാനുമാണ് സൈൻ ചെയ്യേണ്ടത്. എന്നിട്ട് കൂടി അത് വായിച്ചപ്പോൾ എനിക്ക് ഉറക്കം വരുമായിരുന്നു. പോണു പടവലങ്ങ നിലൂനെ അതേ ജാക്കിയുടെ എബിയുടെയും കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ. അവരെങ്ങോട്ടോ പോവുകയാണ്, അതിൻ്റെ കൂടെ അവനും പോവുകയാണ്. എന്നിട്ട് ഞങ്ങളിതേ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. ചോറും മീൻകറിയും കപ്പയും തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്ത മീൻകറിയാണ് ആ മുളക് കറി, അതായത് എരിവിൽ വെച്ച കറി. മറ്റേത് തേങ്ങ അരച്ച് വെച്ച നെത്തോലി കറിയാണ്. അതും പബിയാൻ്റെയുടെ വകയാണ്. നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ നെത്തോലി കറി കഴിച്ച സൈഡിൽ നിന്ന് ചോറ് കഴിച്ചു. പിന്നെ കുറച്ച് മുളക് കറി കഴിച്ച സൈഡിൽ നിന്ന് ചോറ് കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച് ഒരു ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഇച്ചിരി നേരം എവിടെയെങ്കിലും ഒന്ന് ചെരിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഈ പന്തലിൽ നല്ല ഒച്ചത്തിൽ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊത്താണ് കുക്കു സാറ് വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ലിജോ ഉണ്ട്. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഞങ്ങൾ വലിയ ലോക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സേറമോളിങ് എത്തി. റെഡിയാവാനായിട്ടല്ല, ആദ്യം എനിക്ക് ഹെയർ ഒന്ന് ഒതുക്കണമായിരുന്നു, ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. അപ്പോൾ ഷാമ്പു ഇട്ട് കുളിച്ചിട്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചാൽ ഇത് സെറമോളിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ വെർജിൻ ഹെയർ അല്ലേ, ഇതിൻ്റെ അകത്ത് വലിയ പണികളൊന്നും ഇതുമാതിരത്തെ പണികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ. അങ്ങനെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആൾ വീണ്ടും അപ്പുറത്തേക്ക് പോയി. അവിടെ ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ പിള്ളേരും ഒക്കെ നല്ല വൈബിലാണല്ലോ. പോയിട്ട് ഞാൻ പിന്നെ റെഡിയാവാൻ സമയത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിയർക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സെറമോളുടെ അമ്മയാണ് കേട്ടോ, ഗ്ലാഡസ്.
ഗ്ലാഡിസ് അതിൻ്റെ എന്താ പറയുന്നത്, നമുക്ക് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനായിട്ട് ഇവിടെ ഇരിക്കുക, നമുക്ക് ഇതും കൂടെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം എടുത്ത് ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്തു. നല്ല നീളമുള്ള മുടിയാണ്, സ്ട്രൈറ്റ് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എന്തെങ്കിലും പണിഞ്ഞ് തുടങ്ങിയാൽ എനിക്ക് അതിനെ മാക്സിമം അതിനെ ബ്യൂട്ടിഫൈ ചെയ്യണം. അങ്ങനെ ഞാൻ പിന്നെ കൺവിൻസ് ചെയ്തിട്ട് അറ്റമൊക്കെ കറക്റ്റ് ഒരു യു ഷേപ്പിൽ ഒന്ന് വെട്ടി, നമ്മുടെ മെഷീൻ്റെ തുണി വെട്ടുന്ന കത്രിക വെച്ച് തന്നെ അങ്ങ് വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സേറമുള്ള മേക്കപ്പ് തുടങ്ങി. ഇത് നോർമൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒലയുടേതായതുകൊണ്ട് അതാണ് യൂസ് ചെയ്തത്. അത് പ്ലസ് ഒരു ലൈറ്റർ ഷെയ്ഡ് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഫൗണ്ടേഷൻ മാത്രമായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ മുഖത്ത് ഒരു പുട്ടിയിട്ട മാതിരി ആയിരിക്കും. ഇഫ് യു മിക്സ് ഇറ്റ് വിത്ത് മോയ്സ്ചറൈസർ അത് ഇത്രയും നന്നായിട്ടിരിക്കും കാണാനായിട്ട്. ഈ കൊച്ചിന് ഈ മേക്കപ്പൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്തോ ഒരു ആഗ്രഹമാണെന്നറിയോ അവർക്ക് ഇങ്ങനെ ഒരുങ്ങുന്നത്. എൻ്റെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ കല്യാണ പെണ്ണ് പോലെയൊക്കെ അല്ലേ ഞങ്ങൾ ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങുന്നത്. സോ അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഒരുങ്ങുന്നത് പെൺകുട്ടികൾക്ക് എപ്പോഴായാലും ഇഷ്ടമാണല്ലോ. അപ്പോൾ ദിസ് വാസ് കംപ്ലീറ്റ്ലി സേറയ്ക്ക് എന്ത് വേണം, ഏത് കളർ വേണം എന്നൊക്കെ ചോദിച്ച് തന്നെയാണ് ചെയ്തത്. പിന്നെ ഡെല്ലയുടെ പുരുകം ത്രെഡ് ചെയ്ത പോലെ ഇവിടെ ഒരാളുടെ പുരുകവും ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ത്രെഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കേണ്ട താമസം, ഡെല്ല എന്ന് ത്രെഡ് ചെയ്തായിരുന്നല്ലോ, ത്രെഡ് ചെയ്തു എന്നും പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ത്രെഡൊക്കെ ചെയ്ത് മുഖത്തെ പരിപാടികളൊക്കെ ഏകദേശം വൈൻഡപ്പ് ചെയ്തു. മോയ്സ്ചറൈസർ ഇട്ടു, ബ്ലഷ് ഇട്ടു, ഐ ഷാഡോ ഇട്ടു, ഹൈലൈറ്റർ ഇട്ടു. പിന്നെ കുറച്ച് മറ്റേ ലൂമി ക്രീമില്ലേ അതും ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഇങ്ങനെയാണ് കേട്ടോ കെട്ടിയത്. കൊണ്ടയും കെട്ടാം, പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ചെയ്യാൻ തോന്നിയില്ല. അവളുടെ ആ ഒരു കുട്ടിത്തമ്മ മുഖത്തു നിന്ന് എടുത്ത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട് ബാക്കി ഒരു പഫ് വെച്ച് മേളിലോട്ട് കെട്ടിയിട്ട് മറ്റേ മുമ്പിലത്തെ ബാങ്ക്സൊക്കെ നല്ല രീതിയിൽ അയൺ ചെയ്ത് ഒരു സൈഡിലേക്കാക്കി എന്നിട്ട് നെറ്റൊക്കെ വെച്ചു. മുൻപൊക്കെ അതായത് ഞങ്ങളുടെയൊക്കെ ആദ്യ കുർബാനയുടെ സമയത്ത് ഇത് വെക്കണം, ക്രൗൺ വെക്കണം. അതാണെങ്കിൽ കല്ലിൻ്റെ ഈ എന്തുവാ പറയുന്നത്, ഭയങ്കര നമുക്ക് തല നോവുന്ന രീതിയിലുള്ളൊരു ക്രൗണായിരുന്നു അന്നൊക്കെ തന്നിരുന്നത്. ഇത് ക്രൗൺ അങ്ങനത്തത് കിട്ടിയില്ലെങ്കിലും ചെറുത് കിട്ടി, പക്ഷേ എനിക്ക് അതെടുത്ത് ഫ്രണ്ടിൽ കുത്തിക്കയറ്റാൻ എന്തോ തോന്നിയില്ല. ക്രൗൺ വെച്ചാൽ ഈ ഒരു ലുക്കിൻ്റെ ഒരു സിംപ്ലിസിറ്റി മൊത്തം പോകുന്നുള്ളത് ഒരു തോന്നലുണ്ടായത് കൊണ്ട് ഞാൻ അതും ക്രൗൺ ഫുൾ ഹെഡ് അല്ലായിരുന്നു, ആ ഫ്രണ്ടിലെ പഫിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ അവൾക്കും അത് വേണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ സേറേനെ റെഡിയാക്കി അവിടെ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് തിരിച്ച് വന്ന് ഞാനും എൻ്റെ തേപ്പും ഒക്കെ തുടങ്ങി. കുക്കുവിന് ഒരു ടീഷർട്ട് ആയിരുന്നതുകൊണ്ട് തേക്കേണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കാഫ്താനാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഈ ലൈറ്റ് കളേഴ്സ് ഇടുന്നതുകൊണ്ട് എൻ്റെ നാത്തൂൻ തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എന്ത് പറ്റിയെന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സകല ഫംഗ്ഷൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്താലും ഞാൻ ബ്ലാക്കിലായിരിക്കും, എന്താ ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂ ഇയർ അല്ലേ, പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ കുറച്ച് കളേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനും കുക്കുവും കൂടെ പള്ളിയിലേക്ക് പോവാണ്. അമ്മയും നിലുവും വരുന്നില്ല കേട്ടോ. നിലുവിന് ഭയങ്കര നിർബന്ധം, ഇപ്പോൾ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ നമുക്കിനി ആദ്യ കുർബാന കാണാം. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിലുവിനെ ഉണർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, വാശിയൊക്കെ ഒന്ന് കുറഞ്ഞു. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഏൽപ്പിച്ചത് ഒരു അന്തവല്ലിനെയാണ്. കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫോക്കസ് പോയ കാര്യം പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടില്ലായിരുന്നു. ഫോട്ടോ ആണെന്ന് കരുതിയാണ് കേട്ടോ കുക്കു സാർ കുറച്ച് നേരം പോസ് ചെയ്ത് തന്നത്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മാമോദീസയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് സ്വീറ്റിയുടെ ലഗേജസ് ഒന്നും എടുത്തിട്ടില്ല. അവർ വന്നത് പുലിച്ചിറയിലോട്ടാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അളിയൻ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ പെട്ടിയൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്.
അങ്ങനെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അമ്മ രാവിലെ മുറ്റം തൂക്കുന്ന സൗണ്ടാണ് ഇതിനിടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യുന്നതും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് ലേറ്റ് ആവത്തില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ്. പിന്നെ ഇന്ന് വലിയ പരിപാടികളൊന്നും ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ പരിപാടികളൊന്നും ഇല്ല. അവരെല്ലാവരും സ്വീറ്റിയും ഫാമിലിയൊക്കെ കൂടെ എറണാകുളത്ത് പൊടിച്ചാൻറ്റീനെ കാണാൻ പോയി. ആലൻ സിസിജിയിലും പോയി. അപ്പോൾ ആലൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ട, ഉച്ചക്കത്തേക്ക് ഒരു ചമ്മന്തി അരച്ച് ഉരുട്ടിപ്പുരട്ടി വെച്ചിട്ടാണ് ഞാൻ വന്നിരുന്ന് ഓഡിയോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് നൈറ്റ്, പുത്തൻ കുർബാനയുടെ അന്ന് നൈറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ പോയി ഒരു തച്ച് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചു. അവിടുത്തെ ഡാൻസേഴ്സൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും കേട്ടോ ഇവളെങ്ങനെ ഇത് ഒപ്പിച്ചു എന്ന്. ഞങ്ങൾ ആക്ച്വലി ആ ഒരു സമയത്ത് അവിടെ പാട്ട് തുടങ്ങിയ സമയത്ത് തന്നെ മാർക്കോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ കടപ്പുറത്തിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അബിയാണ് ഈ വീഡിയോ കൊണ്ട് തന്നത്. ചേച്ചി ഒരു ഐറ്റം സാധനം എൻ്റെ കിടപ്പുണ്ട്, ആ വീഡിയോയിൽ ചേർക്കാനായിട്ട് എടുത്തോന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവനാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കേട്ടോ. അവൻ വീഡിയോ എടുത്ത് എനിക്ക് എത്തിച്ചിട്ടുണ്ട്. വീണ്ടും പീസ് ഔട്ട്. ഇതെല്ലാം അലൻ്റെ കസിൻസാണ് കേട്ടോ. അലൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെയും 2 സിസ്റ്റേഴ്സിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ മക്കളാണ് ഇവരെല്ലാവരും. അങ്ങനെ ഞങ്ങളിത് സിനിമയ്ക്കെത്തി. കുക്കു നെല്ലുവൊക്കെ അതിൻ്റെ ഇടയിൽ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടില്ല. സിനിമ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ബട്ട് നമ്മുടെ ചില ലോജിക്കിന് അത് എതിരാണ്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇപ്പോൾ ചെയ്തത് എന്തേ അപ്പം ചെയ്തില്ല എന്നൊക്കെ ഉള്ളത്. ഞാൻ എന്തായാലും സ്പോയിലർ ആക്കുന്നില്ല. 10:30 തുടങ്ങുന്ന സിനിമ തീർന്ന് ഞങ്ങൾ ഇറങ്ങാനുള്ള സമയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ ക്ലോക്ക് ടവർ ചത്തിരിക്കുകയാണ്. 12:15 ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോളയത്തോട് അൽറയാനിൽ വന്നിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചു. ജ്യൂസ്, ഷേക്ക്, അങ്ങനെ എന്തൊക്കെയോ, പിന്നെ പേരറിയാത്ത കുറേ ഐറ്റംസും. കസിൻസിൻ്റെ ഒരു നല്ല ഫ്രെയിം എടുക്കാമെന്ന് വെച്ചപ്പോൾ അതേ നിരന്ന് വരിയായിട്ടെല്ലാണോ തലയും ചൊറിഞ്ഞു പോന്നു. പിന്നെ അത് ഞാൻ ഇവരെ കാണിച്ചു കേട്ടോ, നിങ്ങൾ ഇതിലും ഒരുപോലാണ് നടന്ന് തല ചൊറിഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ഒരാൾ മുടി ശരിയാക്കിയതും ഒരാൾ ചെവി ചൊറിഞ്ഞതും ഒക്കെയാണ്. പക്ഷേ ബലത്തിൽ എല്ലാണോ തലയും ചൊറിഞ്ഞ് നടന്നു പോകുന്നത് പോലെയാണ് കിട്ടിയത് ഫ്രെയിം. അതുകൊണ്ട് ഞാൻ ആ ഫ്രെയിം അവിടെ വെച്ച് നിർത്തിയത്. പിന്നെ ഈ ഒരു സാധനത്തിന് നല്ല ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ട് ഓഡിയോ ആഡ് ചെയ്യാൻ എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് മറന്നുപോയി. പിന്നെ അപ്പുറത്തുനിന്ന് ഫ്രൈഡ് മൊമോസിൻ്റെ ഒരു സെറ്റും പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എന്തോ ഒരു വെറൈറ്റിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ പെറുക്കിത്തിരുന്നു. എനിക്കുള്ള സ്പൂണാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലനും ജാക്കിയും ഒക്കെ ഇവരും പൊറോട്ടയും കറിയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അനിയങ്കിലും സെറമോളുടെ പപ്പയും ഒക്കെ ആയിട്ട് ഇവർക്കുള്ളതും അവിടെ കടപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരുന്നു, പൊറോട്ടയും ബീഫും. അങ്ങനെ ഈ ഇരിക്കുന്ന സകല സാധനങ്ങളും ആവശ്യത്തിന് ഫുഡ് അടിച്ചതാണ്. ലൈറ്റായിട്ട് കഴിച്ചു തുടങ്ങിയതാണ് ഈ ടേബിളിൽ കാണുന്ന ഇത്രയും അലമ്പ്. ആൻഡ് ദിസ് ഇസ് January 4th സാറ്റർഡേ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് അപ്പുറത്തുനിന്ന് വിളി വന്നു, ഇന്ന് ഇവിടെയാണേ, ഇവിടുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഈ ഒരു പാത്രത്തിൽ ചിക്കൻ കറിയും കുറച്ച് പൊറോട്ടയൊക്കെ ഇരിക്കുന്നു. രാത്രി അമ്മയ്ക്ക് എടുത്ത് കൊടുത്തതാണ് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് ചൂടാക്കി തന്നെ കഴിച്ചിട്ട് ലഞ്ചിന് അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ചിക്കൻ കറി ഞാൻ ഒരു പാത്രത്തിലാക്കി അവനിൽ വെച്ച് ചൂടാക്കി എടുക്കുകയാണ്. പൊറോട്ട പിന്നെ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്ക് പുറകുന്ന വീണ്ടും ഒരു വിളി വന്നു, മീൻ കറിക്കുള്ളത് അരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇന്ന് അവിടെ തന്നെ വെക്കുവാണ് കേട്ടോ, ഓർഡർ കൊടുക്കുകയല്ല, വീട്ടിൽ വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ അരപ്പ് തേങ്ങയൊക്കെ തിരുകി അതെടുക്കാനായിട്ടാണ് ജാറ് കൊടുത്തത്. ഇനി അത് തിരിച്ച് വരുമ്പോൾ നമുക്ക് അരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൊറോട്ടയിലും ഇത്തിരി വെള്ളം നനച്ചിട്ട് അങ്ങനെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവാം കേട്ടോ സംഭവം. പിന്നെയാണ് ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്തത്. അവൻ എണീറ്റപ്പോഴും ലേറ്റായി. രാത്രിത്തെ തുള്ളൽ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും കുക്കും ഒക്കെ ഉറങ്ങിയത് നല്ല ലേറ്റായിട്ടാണ്. അപ്പോൾ എല്ലാവരും ബാക്കി 2 ആൾക്കാർ ഇതുവരെ എണീറ്റിട്ടേ ഇല്ല. സ്വീറ്റ് കാലനൊന്നും ഇതുവരെ പൊങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ കോഫി ഇട്ടു, ബോട്ടിൽ സ്റ്റെറിലൈസും ചെയ്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിലു ഇപ്പോൾ പാല് കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതായത് ഈ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പാല് കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്വീറ്റിക്കുള്ളതും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊറോട്ട ഇത്തിരി പഞ്ചസാരയുമായിട്ട് അപ്പുറത്തെ പന്തൽ അവിടെ അഴിച്ചുകൊണ്ടിരിക്കുക, ജാക്കിയും ടീമും ഒക്കെ. അപ്പോൾ അവനവിടെ പോയി നിന്ന് നല്ലപോലെ കഴിച്ചോളും അതിൻ്റെ ഇടയിലാവുമ്പോൾ. ആ പന്തൽ കെട്ടിയപ്പോൾ തൊട്ട് നിലു അവിടെ തന്നെയാണ് കേട്ടോ. അവർ ടച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് കൊടുക്കാനും കയറ് പിടിച്ച് നേരെയാക്കാനും ഒക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ പോറ്റമ്മയുടേതാണല്ലോ ആദ്യ കുർബാന. സെറമോളെ ഞാൻ ഇന്ന് രാവിലെ കണ്ടതേ ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കണം. നല്ല ക്ഷീണമായിരിക്കും. രാത്രി അമ്മാതിരി തുള്ളലായിരുന്നു ഇവർ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ മിസ് ചെയ്തു, ഇത് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തും പോയി. അപ്പോൾ എന്നാൽ പിന്നെ മീൻകറിയുടെ അങ്ങ് അരച്ചു കൊടുത്തേക്ക്.
ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അമ്മ ഇവിടെ പുട്ടിനോ മറ്റോ തേങ്ങ തിരുകുന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ചമ്മന്തി ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും ചൂട് ചോറും ചമ്മന്തി ആയിരിക്കണം. വീണ്ടും നമ്മൾ ദിവസം കൺഫ്യൂസ് ആയി പോകുന്നു. ഞാനത് പ്രസൻറ്റാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിലുവിനുള്ള പൊറോട്ടയും ഷുഗറും എടുത്തിട്ട് പന്തലിൽ പോയി കഴിക്കാനും കരുതിയിട്ട് പോയി. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ തന്നെ ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവൻ വരുന്നത് പിന്നെ സേറമോളുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോനാണ് മറ്റേ ആൾ. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നല്ല കാര്യമായി, എല്ലാവരും നല്ല കമ്പനിയായി. അങ്ങനെ അവിടെ നിന്ന് അവന് ഞാൻ പൊറോട്ടയൊക്കെ വാരി കൊടുത്തു. അമ്മയും ഷെഫ് ബബിയേൻ്റെയും ഒക്കെ അകത്തുണ്ട്. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഇവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരും അതിൻ്റെ തിരക്കിലേക്കാണ്. ഇവന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാമെന്ന് കരുതി. പിന്നെ എനിക്ക് ചെറിയൊരു ചമ്മലും ഉണ്ട് കേട്ടോ ക്യാമറ കൊണ്ട് അകത്തോട്ട് ചെല്ലാനായിട്ട്. കാരണം നമ്മുടെ സൈഡ് ഓഫ് ഫാമിലി മാത്രമല്ലല്ലോ, ഗ്ലാഡിസിൻ്റെ സൈഡ് ഓഫ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പെർമിഷനൊന്നും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്ന്. നമ്മുടെ താമം ഞാൻ പിന്നെ പെർമിഷനൊന്നും ചോദിക്കാറില്ല. ആർക്കും ഒരു പെർമിഷനും ഇല്ല, കുരിശും കൂടി ആർക്കും ഇല്ല. ആര് വേണേലും എപ്പോൾ വേണേലും ഈ ഫ്രെയിമിൻ്റെ അകത്ത് വരും. ദാറ്റ് ഈസ് അപ് ടു ദെം. കറക്റ്റ് നോക്കി നടക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, CCTV പോലെ എന്തെങ്കിലും പോയാൽ എൻ്റെ ഫ്രെയിംസ് ചെക്ക് ചെയ്താൽ മതിയെന്ന്. പകുതി സമയം കിച്ചണാണെങ്കിലും എന്തെങ്കിലും ഇവൻറ്റ്ഫുള്ളായിട്ട് നടക്കുന്നതെല്ലാം എൻ്റെ ക്യാമറയ്ക്കകത്തൂടെ കിട്ടുമല്ലോ. ഇപ്പോൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പതിര്. അതെന്താണ് കറക്റ്റ്, ലിവറാണോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും പതിരെന്നാണ് അതിനെ പറയുന്നത്, ലിവറാണെന്ന് തോന്നുന്നു. അത് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ പോലെ വെച്ചെടുക്കും. എല്ലാവർക്കും ഉള്ള ചോറാണ് അടുപ്പിൽ ആ ഒരു കലത്തിൽ വേവുന്നത്. ഗ്ലാഡിസിൻ്റെ അമ്മയാണ്, തെൽമാൻ്റെയാണ് മീൻകറി വെക്കുന്നത്. അത് നല്ല വെളിച്ചെണ്ണയിൽ അരപ്പ് താളിച്ചിട്ടുള്ള മീൻകറിയാണ് അപ്പുറത്ത് വരുന്നത്. അത് നെമ്മീനാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഷെഫിൻ്റെ വക നെത്തോലി മുളകിട്ട കറിയായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ കുറച്ച് വെയിൽ കൊള്ളണം, തണുക്കുന്നു എന്നും പറഞ്ഞ് ഊഞ്ഞാലിൽ കയറി കിടക്കുന്നു. ഞങ്ങൾ സീ യു സൂൺ എന്ന് പറഞ്ഞ മൂവി ഓൺ ചെയ്തിട്ടാണ് കിടന്നത്. പക്ഷേ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങി. അമ്മ അങ്ങ് TV ഓഫ് ചെയ്തു. ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ വിളിച്ച് എണീപ്പിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനി ചട്ടി വടിക്കേണ്ട പരിപാടികൾ മാത്രമേ ഉള്ളൂ. ആലൻ മത്സരിച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈകിട്ടല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് ആലന് CCGയിലേക്ക് പോകണം. സ്വീറ്റി ഉറക്കമായിരുന്നു. 2 പേർക്കും ഉള്ള ചോറ് ഞാൻ ഇതിലേക്കൂടെ, ഞങ്ങളെപ്പോഴും താലം കൈമാറുന്നത് ഇതിലെയാണ്, അതിലേക്കൂടെ എടുത്ത് കൊടുത്തിട്ട് കുക്കു സാറിനും വാരി കൊടുത്ത് ഞാനും ചോറ് കഴിച്ചു. ചോറും നെത്തോലി എരിക്കറിയും നെമ്മീൻ തേങ്ങ അരച്ച കറിയും പതിരും ബീൻസ് തോരനും പിന്നെ ഇത്തിരി കപ്പയും ഉണ്ടായിരുന്നു. കപ്പയൊക്കെ ഇങ്ങനെ എൻഡിങ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിലും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബബിയാൻ്റെ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറായിരുന്നു. അമ്മ അറിഞ്ഞില്ല കേട്ടോ, ഞാനത് എടുക്കുന്നതിൻ്റെ മുഖമാണിത്. പക്ഷേ ഈ കൂട്ടത്തിൽ ആസ്വദിച്ച് ടേസ്റ്റി ആയിട്ട് കഴിച്ചത് അമ്മയാണ് കേട്ടോ. ഈ ചട്ടിയിലിട്ട് തിന്നുന്നതിൻ്റെ സുഖം ഞാൻ നിങ്ങളുടെ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. നെത്തോലി മുളക് കറിക്കും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നെമ്മീൻ തേങ്ങ അരച്ച കറിയും ഒരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ തേങ്ങ അരച്ച കറി വെക്കുന്ന കണക്കല്ലല്ലോ. ആൻറ്റി ചെയ്തപ്പോഴത്തേക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്, ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ ആസ്വദിച്ച് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സാധനം ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഇതിനെ കൊണ്ടുപോയി ഉറക്കണം, കുറച്ച് നേരം കിടത്തി ഉറക്കണം. ഇത് ഷൈജയാണ് കേട്ടോ, ഞങ്ങളുടെ പണ്ടത്തെ നെയ്ബറാണ്. അപ്പോൾ അവൾ വ്ലോഗ്സ് എല്ലാം സ്ഥിരം കാണുന്നതാണ്. വണ്ടി ഇങ്ങനെ ഓടിച്ച് പോയപ്പോൾ എന്നെയും കൂടെ കാണിക്കൂടെ, ക്യാമറ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അങ്ങനെ അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യം വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്. ഇന്നലത്തെയെന്ന് പറഞ്ഞാൽ പോരാ, മെനഞ്ഞാന്നത്തെയും പാല് കാച്ച്, മാമോദീസ, പുത്തൻകുർബാന, ഇതിൻ്റെ എല്ലാം ക്ഷീണം ഇന്നങ്ങ് ഉറങ്ങി തീർത്തായിരുന്നു. എണീറ്റത് തന്നെ ഒരു 5 മണി ആയപ്പോഴത്തേക്കാണ്. നിലവിലുള്ള പാലമ്മ കുപ്പിയിൽ അവിടെ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എടുത്ത് ചൂടാക്കാനൊക്കെ നിന്ന് അവനിവിടെ കീറി പൊട്ടിക്കും. അവൻ അങ്ങനെ ആ പാല് കൊടുത്തിട്ട് കുക്കുവിൻ്റെ പാല് ഞാൻ അവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എനിക്കും സ്വീറ്റിക്കുള്ള ചായയാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയൊക്കെ എണീറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആലൻ എടുത്ത ചോറ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ താനയിലേക്ക് പോയി, പൊറോട്ട കഴിച്ചത് കുറച്ച് ഹെവി ആയിപ്പോയി, അപ്പോൾ വിശപ്പില്ല, ഞാൻ തിരിച്ച് വന്നിട്ട് കഴിച്ചോളാം. അപ്പോൾ അതങ്ങനെ അടച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് സ്മൂത്തിയോ ചായയോ ഒന്നും ആലനായിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ ചരുവനും താഴെ ഇരിക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ അവിടുത്തെ എന്തോ പരിപാടിയുടേതാണ്, അതിനി തിരിച്ചു പോകണം. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ വെക്കുന്നതല്ല. അവിടെ സ്ഥിരമായിട്ടാകെ ഇരിക്കുന്നത് എലിപ്പെട്ടി മാത്രമാണ്. എലി വീഴത്തില്ലെങ്കിലും നിങ്ങൾ പല ഫ്രെയിമിലും അതവിടെ കണ്ടു കാണുമല്ലോ, വീഴാത്ത എലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെട്ടി. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരു 2-3 എണ്ണം വീണു. പക്ഷെ നമുക്ക് മേളിലത്തെ പോർഷൻ ഓപ്പൺ ഏരിയ ഇല്ലേ, അവിടെ ഇങ്ങനെ പനമ്പായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലേക്കൂടെ കയറി സ്റ്റെയറിൽ കൂടെ ഇറങ്ങി എനിക്കങ്ങ് അകത്ത് വരാം. പിന്നെ ഈ ഒരു ടൈം ഫ്രെയിം ഞാൻ കുറേ നാളായിട്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ടൈം ലാപ്സിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് സൺസെറ്റ് ക്ലൗഡി ആയിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത്. മനസ്സിലാഗ്രഹിച്ച ആ ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തെ സ്റ്റാറും ഇവിടുത്തെ സ്റ്റാറും ഒക്കെ ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 രാജാക്കന്മാരുടെ പെരുന്നാൾ കഴിയാതെ ഇവിടുത്തെ ക്രിസ്മസ് കഴിയത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാമെന്നും കരുതി ഇരുന്നപ്പോഴത്തേക്ക് അവൻ സമ്മതിക്കത്തില്ല. ഇത്തിരി ചുമയും ഇതൊക്കെ ഉണ്ട്, പനിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു, പക്ഷേ ഇത്തിരി ചുമയുണ്ട്.
രാത്രി അവിടെ നെത്തോലി മുളക് കറിയും അച്ചാറും പപ്പടവും എന്താണ്ടൊക്കെയാണെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആലൻ വരാനായിട്ട് ഞാനും സ്വീറ്റിയൊക്കെ കാത്തിരുന്നതാണ്. ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ കൊണ്ടിടും പുറത്തോട്ട് പോകാനായിട്ട്. എനിക്കാണെങ്കിൽ എസ്പെഷ്യലി രാത്രി പുറത്ത് പോകുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ആരെങ്കിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മാക്സിമം സ്ക്രൂ കയറ്റി അതങ്ങ് സാധിച്ചെടുക്കാറാണ് പതിവ്. അമ്മയും എത്തി പിരിവൊക്കെ കഴിഞ്ഞിട്ട്. കുക്കുവിനെ ഇന്ന് കൊണ്ടുപോകുന്നു കേട്ടോ, നിലുവിനെ കൊണ്ടുപോകുന്നില്ല. നിലുവിന് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി വാശിയൊക്കെ പോലെ ഭയങ്കര ഓടായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ നോക്കുന്നു, എന്നെ നോക്കി ചിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ നിൽക്കുന്നില്ല. ഇതൊക്കെയാണ് അവൻ്റെ പരാതികൾ. ഇതൊക്കെ പറഞ്ഞാൽ കരയുന്നത്. ഇപ്പോൾ സിസിജിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ സ്റ്റാറിൻ്റെ താഴെ കുരിശുമൂടിൽ കുറച്ച് ശുദ്ധവായു കാറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അലൻ ഓക്സിജൻ കിട്ടാത്ത പോലെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഇവിടുന്ന് കല്ലെറിഞ്ഞ് വിളിച്ചു. അങ്ങനെ പാവപ്പെട്ടവൻ തിരിച്ചു വന്നു. ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വിശപ്പായില്ല. പക്ഷേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട്. അലൻ സിസിജിന്ന് വന്നിട്ടല്ലേ കഴിച്ചത്. ഞങ്ങളിങ്ങനെ പുറത്ത് പോയി കഴിക്കാനായിട്ട് വയറിനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ചായക്ക് ഇന്ന് കുറച്ച് മിക്സ്ചർ മാത്രം എടുത്തത്. ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ലക്ഷ്യം വെച്ച് പോകുന്നത് ചിന്നക്കട റൗണ്ടിലേക്കാണ് കേട്ടോ. സ്വീറ്റിയോട് ചോദിച്ചപ്പം ഷീ ലൈക്സ് പ്രോൺസ്. ഇവിടെ നിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അതായത് കൊല്ലത്ത് വന്നാൽ, കേരളത്തിൽ വന്നാൽ പ്രോൺസ് കഴിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ പ്രോൺസ് ഉണ്ടോ എന്നൊക്കെ ആദ്യം ലിജോ പോയി ചോദിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. ലിജോൻ്റെ വൈഫിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വാവേനെ നോക്കാൻ ലിജോൻ്റെ വൈഫിൻ്റെ മമ്മിയുണ്ട് വീട്ടിൽ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് പുട്ട്, പൊറോട്ട, ദോശ, ചെമ്മീൻ ഫ്രൈ, പിന്നെ എന്തുവായിരുന്നു, പോത്തിൻ്റെ വാരിയല്. അത് കഴിഞ്ഞ പ്രാവശ്യവും ഓർഡർ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു. വാരിയല് കറി, പിന്നെ ഒരു ബീഫ് റോസ്റ്റ്, 2 ചില്ലി ചിക്കൻ. ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ക്യാഷ് ഞങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എപ്പോഴും അവർ പറയുന്ന ഒരു റൗണ്ട് എമൗണ്ട് അങ്ങ് കൊടുക്കാറാണ് പതിവ്. അത് കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ചുമ്മാ 2-3 പ്രാവശ്യം ആയതുകൊണ്ടൊരു റാൻഡം ചെക്കിങ്. പിന്നെ കുക്കു സാറിന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് നൂഡിൽസ്. ഇടിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഈ എല്ലാം കൂടെ കഴിച്ചിട്ടും ഏകദേശം 1194 അങ്ങനെ എന്താണ്ടായിരുന്നു കേട്ടോ എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസും മേടിച്ചു, ലൈം ജ്യൂസ് മേടിച്ച് കുടിച്ചു. എല്ലാവരും ലൈം തന്നെയാണ് കുടിച്ചത്. ചായ കുടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വളരെ ഹെവി ആയിട്ട് ഫുഡ് അടിച്ചതുകൊണ്ട് ഞാൻ ലൈം എടുക്കാമെന്ന് കരുതി. പോലീസുകാരും ലൈം കുടിക്കാൻ വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ കറങ്ങി തിരിഞ്ഞ് കൊല്ലം ബീച്ചിലേക്ക് വന്നു. വാവ എണീറ്റ് ബഹളം വയ്ക്കുവാണെങ്കിൽ മെർലിനെ വിളിക്കാനും. ഇതും മെർലിനാണ് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. ലിജോയുടെ വൈഫിൻ്റെ പേരും മെർലിൻ എന്നാണ്, സ്വീറ്റിയുടെ ഒറിജിനൽ നെയിമും മെർലിൻ എന്നാണ്. അതായത് എനിക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന 2 പേരും മെർലിനാണ്. ഞങ്ങളെ നന്നായിട്ട് കിട്ടാൻ വേണ്ടി അലൻ്റെ നെഞ്ചത്തെ ഫ്ലാഷും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് കാണത്തില്ല, മനസ്സിലാവത്തില്ല. കുക്കു സാറ് ഫുട്ബോളും കൊണ്ടാണ് കേട്ടോ ഇവിടെ വന്നത് കളിക്കാനായിട്ട്. ഫുട്ബോൾ കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് ഏതോ വീട്ടിൽ നിന്ന് ബെൽറ്റ് പൊട്ടി വന്ന ആളാണ്. അവൻ ആ ഡോഗ് ഉണ്ടല്ലോ, ഹീസ് യൂസ് ടു പ്ലേയിങ് ഫുട്ബോൾ എന്ന് തോന്നുന്നു. അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റും ചാട്ടവും ഒക്കെ ആയിരുന്നു ബോൾ കാണുമ്പോഴത്തേക്ക്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നാളെ രാവിലെ പള്ളിയിൽ പോകണം. പുലിച്ചിറ പള്ളിയിൽ 3 രാജാക്കന്മാരുടെ പെരുന്നാൾ നാളെയാണ്. അങ്ങനെ ഇന്നലെ തുടങ്ങിയ നമ്മുടെ വ്ലോഗ് ഇന്നത് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.